നമസ്കാരം. ഇന്ത്യയിൽ ക്രിക്കറ്റും രാഷ്ട്രീയവും എത്രത്തോളം ഇടകലർന്നിരിക്കുന്നു എന്നതിൻ്റെ പുതിയൊരു തെളിവാണ് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയൊരു വിവാദം. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളായതിനെ തുടർന്നാണ് മുസ്തഫിർ റഹ്മാൻ ഇന്ത്യ വിട്ടത്. അദ്ദേഹത്തിന് പകരം സിംബാബ്വേയുടെ ബ്ലെസ്സിംഗ് മുസബറാനി എന്ന കളിക്കാരനെ കൊൽക്കത്ത ടീമിൽ എത്തിച്ചത് പിന്നാലെ ഇപ്പോൾ ഇതാ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഉടമയായ കാവ്യ മാരനാണ് ഇപ്പോൾ രാജ്യസ്നേഹികളുടെ ബലിയാടായി മാറിയിരിക്കുന്നത്. ഇംഗ്ലണ്ട് ക്രിക്കറ്റിൽ 4 ക്ലബ്ബുകൾ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ളതാണ്. അതിലൊന്നാണ് സൺറൈസേഴ്സ് ലീഡ്സ്. ഇത് IPL ക്ലബ്ബായ സൺറൈസേഴ്സ് ഹൈദരാബാദിന് കീഴിലുള്ള ടീമാണ്. ഈ ടീമിലാണ് പാകിസ്ഥാൻ ബോളറായ അബ്രാർ അഹമ്മദ് കളിക്കാൻ വരുന്നത്. അബ്രാർ അഹമ്മദിനെ സൺറൈസേഴ്സ് ലീഡ്സ് ടീമിൽ എടുത്തതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ രാജ്യസ്നേഹികളുടെ മുദ്രാവാക്യങ്ങൾ ഉയർന്നിരിക്കുന്നത്. അബ്രാർ അഹമ്മദ് എന്ന പാകിസ്ഥാനിയെ ഉടനെ തന്നെ ടീമിൽ നിന്ന് പുറത്താക്കണം, ഇല്ലെങ്കിൽ IPL നിന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പുറത്താക്കും എന്നാണ് ഇപ്പോൾ വരുന്ന ഭീഷണികൾ. സൺറൈസേഴ്സിൻ്റെ ഉടമയായ കാവ്യ മാരനാണ് സൺറൈസേഴ്സ് ലീഡ്സിൻ്റെ ഉടമസ്ഥത വഹിക്കുന്നത്. പാകിസ്ഥാൻ കളിക്കാർ ഇന്ത്യക്ക് IPL കളിക്കാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ക്ലബ്ബായ സൺറൈസേഴ്സ് ലീഡ്സിൽ ഒരു പാകിസ്ഥാനി കളിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ പാകിസ്ഥാൻ ക്രിക്കറ്റർക്ക് വിലക്കില്ല, അതുകൊണ്ട് തന്നെ അബ്രാർ കളിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ചിലർ വാദിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ദേശീയത മാനിച്ച് അത്തരമൊരു പ്രവൃത്തി ഇന്ത്യൻ ക്ലബ്ബുകൾ ചെയ്യരുതായിരുന്നു എന്നാണ് രാജ്യസ്നേഹികളുടെ അഭിപ്രായം. ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്നതേയുള്ളൂ. ഇത് എത്രത്തോളം IPL സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാധിക്കുമെന്നും തൊട്ടടുത്ത ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. ചാനൽ കാണുന്നവരെല്ലാം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക, അതുതന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.